ചരിത്ര നേട്ടം കൈവരിച്ച രഞ്ജി ട്രോഫി കേരള ടീമിന് ഊഷ്മള സ്വീകരണം നൽകി സംസ്ഥാന സർക്കാർ. ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനൽ വരെ എത്തിയ ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത്. ലഹരി പോലുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കായിക മേഖല ചുക്കാൻ പിടിക്കണമെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശേഷം കൂടുതൽ വാർത്തകളുമായി കാവ്യുണ്ടാകും. നമസ്കാരം. 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രഞ്ജി ട്രോഫി മത്സരത്തിന്റെ ഫൈനലിൽ കടന്ന് റണ്ണറപ്പായ കേരള ടീമിന് സംസ്ഥാന സർക്കാർ ഒരുക്കിയത് മികച്ച ആദരം. മുഖ്യമന്ത്രി ഉദ്ഘാടകനായ ചടങ്ങിൽ രഞ്ജി ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി റണ്ണേഴ്സ് കപ്പ് നാടിന് സമർപ്പിച്ചു. രഞ്ജി ട്രോഫി കേരള ടീമിനും KCAയ്ക്കും മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. കേരളത്തിന്റേത് ജയസമാനമായ നേട്ടമെന്നും മുഖ്യമന്ത്രി. ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തുന്നത്. അവിടെ നിന്നും മടങ്ങുന്നതാകട്ടെ ജയസമാനമായ ഒരു നേട്ടവുമായാണ്. അടുത്ത തവണ കപ്പ് നേടുന്നതിലേക്കുള്ള ചവിട്ടുപടിയാകട്ടെ ഇത്തവണത്തെ ഫൈനൽ പ്രവേശനവും ഫൈനലിലെ മികച്ച പ്രകടനവും എന്ന് ആശംസിക്കുന്നു. കേരളത്തിനിത് ചരിത്ര നിമിഷമെന്ന് സ്പീക്കർ AN ഷംസീർ. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. നമ്മുടെ ഗ്രാജുവൽ ഗ്രോത്ത് ആണ് കേരളത്തിൻ്റെത്. ഒരു ഘട്ടത്തിൽ ക്വാർട്ടർ ഫൈനലിലെത്തി, ഇപ്പോൾ സെമി ഫൈനലിലെത്തി, പിന്നീട് ഫൈനലിലെത്തി. ഇനി അടുത്ത തവണ നമ്മൾ ഒത്തുകൂടുമ്പം അത് രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായിട്ട് സ്വീകരണമായിരിക്കും എന്ന ശുഭാപ്തി വിശ്വാസം വേണ്ടിയിട്ടുള്ളത്. കായിക മേഖല പുതുതലമുറയ്ക്ക് മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറേണ്ടത്. നിങ്ങൾ നല്ല ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിച്ച് നല്ല വ്യായാമം നടത്തി നന്നായി കളിച്ച് നാടിൻ്റെ അഭിമാനം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളായിരിക്കണം വരാനിരിക്കുന്ന തലമുറകളുടെ റോൾ മോഡൽ. അടുത്ത തവണ കേരളത്തിലേക്ക് രഞ്ജി ട്രോഫി എത്തിക്കുമെന്നും കുറവുകൾ പരിഹരിക്കുമെന്നും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഉറപ്പ്. അടുത്ത വർഷം നമുക്ക് ഈ വർഷം ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ മറികടന്ന് അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും വലിയൊരു ടോപ്പ് ലെവലിൽ എത്തി ഒരു ചാമ്പ്യൻഷിപ്പ് നേടാൻ തന്നെയാണ് ഞാനും എൻ്റെ പ്ലേയേഴ്സും എല്ലാവരും പ്രയത്നിക്കുക. നിറഞ്ഞ സദസ്സിലാണ് കേരളത്തിന്റെ ആദരം രഞ്ജി താരങ്ങൾ ഏറ്റുവാങ്ങിയത്. Under-14, Under-16 ടീം അംഗങ്ങളും ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.